ഇത് എത്ര പേർക്ക് കണക്റ്റ് ആവും എന്നറിയില്ല, കാരണം പറയാൻ പോകുന്നത് ക്രിക്കറ്റിനെ പറ്റിയാണ്. 90കളിൽ ജനിച്ച 2000ത്തിന്റെ തുടക്കത്തിൽ ക്രിക്കറ്റ് കാണാൻ ആരംഭിച്ച ഞാനെന്ന ക്രിക്കറ്റ് ഫാനിന്റെ യാത്രയുടെ തുടക്കവും ഒടുക്കവുമാണ് ഈ വീഡിയോയിൽ. അപ്പോൾ 2003 വേൾഡ് കപ്പോട് കൂടിയാണ് ഞാൻ ക്രിക്കറ്റ് കാണാൻ ആരംഭിക്കുന്നത്. അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഫൈനലിലെത്തിയ ഇന്ത്യ തോൽക്കുകയാണ് ഉണ്ടായത്. പക്ഷെ തോറ്റത് അന്നത്തെ ക്രിക്കറ്റിലെ രാജാക്കന്മാർ എന്നറിയപ്പെട്ടിരുന്ന ഓസ്ട്രേലിയയോടാണ്. അന്നത്തെ ഓസ്ട്രേലിയയോട് വിജയിക്കുക എന്ന് പറയുന്നത്, അതും ഒരു ICC ടൂർണമെന്റിന്റെ ഫൈനലിൽ വിജയിക്കുക എന്ന് പറയുന്നത് നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിഷമിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാൽ എന്നിലെ ക്രിക്കറ്റ് ഫാനിന് വിഷമം ഉണ്ടാക്കിയത് ആ വേൾഡ് കപ്പിന് ശേഷവും 2ൽ കൂടുതൽ ടീമുകൾ പങ്കെടുത്ത ഒരു ടൂർണമെന്റിലും ഇന്ത്യക്ക് കപ്പ് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അക്കാലത്ത് ത്രിരാഷ്ട്ര കപ്പ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. 3 രാജ്യങ്ങൾ കളിക്കുന്ന ഒരു ടൂർണമെന്റ്. യൂഷ്വലി ഇന്ത്യ, സിംബാബ്വെ, ഓസ്ട്രേലിയ, അല്ലെങ്കിൽ ഇന്ത്യ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അങ്ങനെയാണത് വരാറ്. അവിടെയും ഇന്ത്യ ഫൈനലിൽ എത്തുമെങ്കിലും ഓസ്ട്രേലിയയോട് പരാജയപ്പെടും. പിന്നീടുള്ളത് ഏഷ്യ കപ്പ്. അക്കാലത്ത് ഏഷ്യ കപ്പിലും ഇന്ത്യ ഫൈനലിൽ കയറും. എന്നാൽ ഫൈനലിൽ ശ്രീലങ്കയോട് ദാരുണമായി തോൽക്കുകയും ചെയ്യും. അങ്ങനെ കപ്പില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇന്ത്യ അതിന്റെ മൂർധന്യത്തിലെത്തുന്നത് 2007 നടന്ന OD വേൾഡ് കപ്പിലാണ്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ശ്രീലങ്കയോടും ബംഗ്ലാദേശിനോടും തോറ്റ് ഇന്ത്യ പുറത്തായി. ഈ കാലഘട്ടത്തിനിടയിൽ ആശ്വസിക്കാനുണ്ടായിരുന്ന ഒരേയൊരു കാര്യമെന്ന് പറയുന്നത് 2004 അവസാനം അരങ്ങേറിയ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു. അരങ്ങേറിയതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ പാകിസ്ഥാനെതിരെ 148, ശ്രീലങ്കയ്ക്കെതിരെ പുറത്താവാതെ 183 പോലെ വലിയ സ്കോറുകൾ അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ ഓസ്ട്രേലിയയുടെ ആഡം ഗിൽക്രിസ്റ്റിനെയും ശ്രീലങ്കയുടെ കുമാർ സംഗക്കാരെയും ഒക്കെ നോക്കി കൊതിച്ചിരുന്ന ഇന്ത്യൻ ഫാൻസിന് ഒരു പ്രോപ്പർ വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാനെ ലഭിച്ചു. 2007 OD വേൾഡ് കപ്പിലെ ദാരുണമായ പരാജയത്തിനു ശേഷം അതേ വർഷം സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന ആദ്യ എഡിഷൻ T20 വേൾഡ് കപ്പിൽ നിന്ന് സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ് പോലുള്ള സീനിയർ പ്ലേയേഴ്സ് മാറി നിന്നു. ഒടുക്കം ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ താരതമ്യേന ചെറുപ്പക്കാരും ഇൻഎക്സ്പീരിയൻസ്ഡുമായ ഒരു ടീമിനെയാണ് ഇന്ത്യ അയച്ചത്. എന്നാൽ അതേ ടീം 24 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിലേക്ക് ഒരു ലോക കിരീടം കൊണ്ടുവന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു തേരോട്ടമായിരുന്നു. 2008 ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന WB സീരീസ് ഇന്ത്യ സ്വന്തമാക്കി. ശേഷം 2010 ഏഷ്യ കപ്പും ഇന്ത്യ സ്വന്തമാക്കി. പിന്നീട് 2011 28 വർഷങ്ങൾക്ക് ശേഷം ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഏകദിന വേൾഡ് കപ്പും ഉയർത്തി. ശേഷം 2013 ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യക്ക് ലഭിച്ചു. അങ്ങനെ ട്രോഫികൾ ഇല്ലാതിരുന്ന ഒരു ഇന്ത്യൻ ഫാനിന് ഇനി നേടാൻ ട്രോഫികളൊന്നുമില്ല എന്ന നിലയിൽ നമ്മുടെ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി എത്തിച്ചു. ശേഷം 2015 ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന OD വേൾഡ് കപ്പിൽ ഇന്ത്യ തുടക്കം മുതൽ സെമി ഫൈനൽ വരെ തോൽക്കാതെ പോയെങ്കിലും സെമി ഫൈനലിൽ വെച്ച് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനേക്കാൾ വേദനാജനകമായിരുന്നു 2019 സെമി ഫൈനൽ പരാജയം. ധോണി റണ്ണൌട്ടാവുന്നു, അദ്ദേഹം കരഞ്ഞുകൊണ്ട് ക്രീസ് വിടുന്നു. ശേഷം അപ്രതീക്ഷിതമായി അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ആ ഒരു സംഭവത്തിന് ശേഷം ടിവിയുടെ മുന്നിൽ കുത്തിയിരുന്ന് ക്രിക്കറ്റ് കളി കാണുക എന്നൊരു പരിപാടി ഞാനും ഉപേക്ഷിച്ചു. അദ്ദേഹം വിരമിച്ച ശേഷവും IPL കാണാറുണ്ടായിരുന്നു, പ്രത്യേകിച്ച് CSKയുടെ മാച്ചസ്. സ്വാഭാവികമായും നമുക്ക് ഇത്രയൊക്കെ നേടിത്തന്ന നമ്മുടെ പഴയ ക്യാപ്റ്റൻ കളിക്കുന്നത് കാണാൻ വേണ്ടി മാത്രമായിരുന്നു IPL കണ്ടിരുന്നത്. ഇതിനിടയിൽ ഇന്ത്യ 2023 OD വേൾഡ് കപ്പ് ഫൈനലിൽ തോറ്റതും 2024 T20 വേൾഡ് കപ്പ് ജയിച്ചതും ഒക്കെ നടന്നു. എന്നാൽ അതൊക്കെ നടക്കുമ്പോഴേക്ക് എന്നുള്ളിലെ ക്രിക്കറ്റ് ഫാൻ ഓൾമോസ്റ്റ് അസ്തമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ വാർത്തകളായി കാണുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷമോ സങ്കടമോ തോന്നിയിരുന്നില്ല. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷത്തെ IPL എഡിഷൻ തുടങ്ങുമ്പോഴേക്ക് ഞാൻ ആ സത്യം മനസ്സിലാക്കി. IPL കാണാനുള്ള ഇൻട്രസ്റ്റും എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. മേ ബി പ്രായം കൂടിയത് കൊണ്ടോ എന്തോ. അങ്ങനെ 2003 ആരംഭിച്ച എന്നുള്ളിലെ ക്രിക്കറ്റ് ഫാൻ 2025 ആവുമ്പോഴേക്ക്, അതായത് കൃത്യം 22 വർഷം കഴിയുമ്പോഴേക്ക് പൂർണ്ണമായും അസ്തമിച്ച് കഴിഞ്ഞിരുന്നു.